ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ഗുരുവായൂരപ്പന് വളരെ പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നായ കൃഷ്ണനാട്ടം വഴിപാടും അതിൻ്റെ ഫലപ്രാപ്തിയെയും കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. കൃഷ്ണനാട്ടം കളിക്കുന്ന കലാകാരന്മാരും അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരും കൃഷ്ണനാട്ടം വഴിപാടായി നടത്തുന്നവരും അത് കാണാനെത്തുന്ന ഭക്തരും ഭഗവാന് ഏറെ പ്രിയപ്പെട്ടവർ തന്നെ. ഭഗവാനും കൃഷ്ണനാട്ടം കാണാൻ സദസ്യർക്കൊപ്പം ഉണ്ടാകും എന്നതാണ് ഐതിഹ്യം. ഭഗവാൻ അത്രയ്ക്കിഷ്ടപ്പെട്ട് കൃഷ്ണനാട്ടം ആസ്വദിക്കുന്നു എന്നു സാരം. ഇതിൽ നിന്ന് തന്നെ കൃഷ്ണനാട്ടം വഴിപാടായി നടത്തുന്നതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. രാത്രി 10 മണിക്ക് ശേഷം വെളുപ്പിന് നട തുറക്കുന്നതിന് മുൻപായാണ് കൃഷ്ണനാട്ടം നടത്തുന്നത്. ഭഗവാന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ 8 രാത്രി കൊണ്ട് ആടിത്തീർക്കുന്നതാണ് ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം. ഭഗവാന്റെ ഇഷ്ടവഴിപാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകതയും കൃഷ്ണനാട്ടം വഴിപാടായി നടത്തുന്നതുകൊണ്ട് ഉണ്ട്. അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധിവധം, സ്വർഗാരോഹണം എന്നിവയാണ് 8 ദിവസം കൊണ്ട് ആടുന്നത്. നമുക്ക് ഏത് ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയാണ് വഴിപാട് നടത്തേണ്ടത് എന്ന് വച്ചാൽ അതിന് പറഞ്ഞിട്ടുള്ള ആട്ടമാണ് വഴിപാടായി നടത്തേണ്ടത്. കൃഷ്ണനാട്ടം വഴിപാടായി നടത്തിയാൽ സാത്വികമായ ഏത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളത് ഉറപ്പാണ്. ഇഷ്ടസന്താനലബ്ധി, ബാലാരിഷ്ടതകളിൽ നിന്നും മോചനം, ബാധാദോഷങ്ങളിൽ നിന്നും മോചനം, ഇങ്ങനെ തുടങ്ങിയ ഏതു കാര്യങ്ങൾക്കും കൃഷ്ണനാട്ടത്തിലെ അവതാരമാണ് വഴിപാടായി നടത്തേണ്ടത്. രോഗശമനത്തിനും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള മോചനത്തിനും സർപ്പബാധ സംബന്ധമായ ദോഷങ്ങൾക്കും വിഷബാധാശമനം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്ക് കാളിയമർദ്ദനമാണ് വഴിപാടായി നടത്തേണ്ടത്. നല്ല വിവാഹം നടക്കുന്നതിനും വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും അതുപോലെ തന്നെ പ്രണയ സാഫല്യം മുതലായ കാര്യങ്ങളുടെ സാഫല്യത്തിനും രാസക്രീഡയാണ് വഴിപാടായി നടത്തേണ്ടത്. കീർത്തിവർദ്ധന, ശത്രുക്കളുടെ നാശം ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളുടെയും മറ്റും സാഫല്യത്തിന് കംസവധമാണ് വഴിപാടായി നടത്തേണ്ടത്. മാംഗല്യഭാഗ്യം, ദാമ്പത്യസുഖം, അപവാദങ്ങളിൽ നിന്ന് മോചനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്വയംവരമാട്ടമാണ് വഴിപാടായി നടത്തേണ്ടത്. അഭീഷ്ടസിദ്ധി, കർമ്മസിദ്ധി, വ്യവഹാരങ്ങളിൽ വിജയം മുതലായ കാര്യങ്ങൾക്കും ശങ്കരനാരായണ പ്രീതിക്കും ബാണായുദ്ധമാണ് വഴിപാടായി നടത്തേണ്ടത്. ബാണയുദ്ധം വഴിപാട് നിങ്ങളുടെ ജന്മനാളിൽ നടത്തുവാൻ കഴിഞ്ഞാൽ വളരെ ഉത്തമം. ഉദ്ദിഷ്ടകാര്യലാഭം, ദുരിതങ്ങളിൽ നിന്നും മോചനം, ദാരിദ്ര്യത്തിൽ നിന്നും മോചനം, വ്യവസായം, കാർഷികമായ അഭിവൃദ്ധി തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിവിധവധമാണ് വഴിപാടായി നടത്തേണ്ടത്. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കും സന്താന സൗഖ്യത്തിനും മോക്ഷപ്രാപ്തിക്കും അനായാസമയ മരണത്തിനും സ്വർഗാരോഹണം വഴിപാടായി നടത്തണം. ശുഭസൂചകമല്ലാത്ത കാരണം സ്വർഗാരോഹണം ആട്ടത്തിനു ശേഷം അവതാരം കൂടി ആടാറുണ്ട്. അതിനാൽ സ്വർഗാരോഹണം വഴിപാടായി നടത്തുന്നവർ അവതാരം കൂടി വഴിപാടായി നടത്തുന്നത് ഉത്തമം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കൃഷ്ണനാട്ടത്തിൻ്റെ ഐതിഹ്യം കൂടി പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണതയിലാകില്ലെന്ന് തോന്നുന്നത് കൊണ്ട് കൃഷ്ണനാട്ടത്തിൻ്റെ ഐതിഹ്യത്തെ കൂടി ചുരുക്കി പറയാം. ഭഗവാനെ എപ്പോഴും നേരിട്ട് ദർശിക്കാൻ കഴിഞ്ഞിരുന്ന ഒരേ ഒരു യതിവര്യൻ വില്വമംഗലം സ്വാമിയാരാണ്. ഒരിക്കൽ മാനവേദൻ തമ്പുരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നപ്പോൾ ക്ഷേത്രത്തിലെ ഇലഞ്ഞിമരച്ചുവട്ടിൽ ഇപ്പോഴത്തെ കൂത്തമ്പലം നിൽക്കുന്ന സ്ഥലത്ത് വില്വമംഗലം സ്വാമിയാർ കൃഷ്ണൻ്റെ കുസൃതിത്തരങ്ങൾ കണ്ട് ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന വില്വമംഗലത്തോട് മാനവേദൻ തമ്പുരാൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഇത്ര സന്തോഷത്തോടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ വില്വമംഗലം സ്വാമിയാർ പറഞ്ഞു, കണ്ടില്ലേ കൃഷ്ണൻ്റെ ഓരോരോ കുസൃതിത്തരങ്ങൾ, അതുകൊണ്ട് ഞാൻ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ സ്വാമി, എനിക്കും ഭഗവാന്റെ ഒരു നോക്ക് ദർശനം അങ്ങ് സാധിച്ചു തരില്ലേ? സ്വാമിയാർ പറഞ്ഞു, ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ട് അടുത്ത ദിവസം പറയാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ തമ്പുരാൻ പിറ്റേ ദിവസം കാലത്ത് ക്ഷേത്രത്തിലെത്തിയ മാനവേദൻ തമ്പുരാനോട് വില്വമംഗലം പറഞ്ഞു, ഭഗവാൻ ദർശനത്തിനു സമ്മതിച്ചിരിക്കുന്നു, അങ്ങ് എന്നെ തൊട്ടുകൊണ്ട് നോക്കുക. നിർദ്ദേശം കിട്ടിയ തമ്പുരാൻ വില്വമംഗലത്തെ ഒന്ന് തൊട്ടു. അപ്പോൾ അതാ കൺമുൻപിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണൻ. എല്ലാം മറന്ന് തമ്പുരാൻ കണ്ണനെ വാരിപ്പുണരാനായി ഓടിച്ചെന്നു.
എന്നാൽ ദർശനം മാത്രമേ വില്ലുമംഗലം പറഞ്ഞിട്ടുള്ളൂ എന്ന് അശരീരി കേൾക്കുകയും ഭഗവാൻ മറയുകയും ചെയ്തു. പരമഭക്തനായ മാനവേദൻ തമ്പുരാന് ഭഗവാന്റെ നെറുകയിൽ ചാർത്തിയിരുന്ന ഒരു പീലിത്തിരുമുടി അവിടെ നിന്ന് കിട്ടുകയും ഭഗവാന്റെ ദർശനം കിട്ടിയ ഇലഞ്ഞിമരത്തിൻ്റെ കമ്പ് കൊണ്ടുപയോഗിച്ച് മാനവേദൻ സ്വന്തമായി ഒരു കൃഷ്ണവിഗ്രഹമുണ്ടാക്കി പൂജിച്ചു. അതിനു മുന്നിലിരുന്നു കൊണ്ട് തമ്പുരാൻ കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചു എന്നാണ് ഐതിഹ്യം. അന്ന് കിട്ടിയ പീലിത്തിരുമുടി കൊണ്ട് കൃഷ്ണന് കിരീടമുണ്ടാക്കിയെന്നും അത് തലയിൽ ചാർത്തി കൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകൾ 8 കഥകളായി 8 രാത്രി കൊണ്ട് ആടിത്തീർക്കുന്നതാണ് കൃഷ്ണഗീതി എന്ന കൃഷ്ണനാട്ടം. ഒരു ദിവസത്തെ കൃഷ്ണനാട്ടം വഴിപാട് നടത്തുന്നതിന് 3000 രൂപയാണ് എന്നാണ് എൻ്റെ അറിവ്. കൃഷ്ണനാട്ടം വഴിപാടിനെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും ഉള്ള ചെറിയ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ധന്യനായി. എല്ലാവർക്കും ശുഭദിനം നേരുന്നതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.